കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ധനസഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 6000 രൂപ ലഭിക്കുന്ന കർഷകരെല്ലാം ശ്രദ്ധിക്കുക. ഈ വരുന്ന ഗഡുക്കൾ മുതൽ 10 ലക്ഷത്തോളം വരുന്ന നമ്മളുടെ സംസ്ഥാനത്തെ കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കർഷക മോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ കർശന പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, എത്രയും വേഗം ഈ ഒരു കാര്യങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ, അതായത് നിലവിൽ കർഷകർ നേരിടാൻ പോകുന്ന ഈ വലിയ പ്രശ്നം എത്രയും വേഗം പരിഹരിച്ചില്ല എങ്കിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും കർശന പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള ഒരു താക്കീത് കൂടി ഈ സമയത്ത് നൽകുന്നുണ്ട്. ജനപ്രിയ പദ്ധതി ധനസഹായം വാങ്ങുന്ന നമ്മളുടെ സംസ്ഥാനത്ത് ഏകദേശം 25 ലക്ഷത്തിന് മുകളിൽ വരുന്ന കർഷക ഗുണഭോക്താക്കളുണ്ട്. അവരിൽ തന്നെ പകുതിയോളം വരുന്ന കർഷകർക്ക് ആനുകൂല്യം നിലയ്ക്കുക എന്ന് പറയുന്നത് വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രതിവർഷം 6000 രൂപ, അതായത് 2000 രൂപ വീതം ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകളിൽ ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യഘട്ടത്തിൽ ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷൻ നടത്തുകയും പിന്നീട് ഇതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക വകുപ്പിന് നൽകുകയും ചെയ്തു. പിന്നീട് ആ കാർഷിക വകുപ്പാണ് ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഓൺലൈൻ വെരിഫിക്കേഷൻ്റെ അപ്രൂവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ പോലും അപേക്ഷ വെച്ചിരിക്കുന്ന കർഷകർക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, അതിനുശേഷം പിന്നീട് കൃത്യമായിട്ട് നമ്മളുടെ കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അത് വെരിഫൈ ചെയ്താണ് ഇവിടെ അപ്രൂവലൊക്കെ നൽകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതായത് കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിലായിട്ട് നടപ്പാക്കാൻ പറഞ്ഞിരുന്ന അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ, കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ പോലുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ കർഷകരോടെല്ലാം രജിസ്റ്റർ ചെയ്യുന്നതിനും ഒരു ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്യുന്നതിനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത്. കർഷകർക്ക് നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെരിഫൈ ആയി ലഭിച്ചിട്ടുമില്ല. അതുമാത്രമല്ല, കർഷകർ, അതായത് നിലവിൽ ഈ ആനുകൂല്യം വാങ്ങുന്ന കർഷക ഗുണഭോക്താക്കൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തുടർ അവകാശിക്ക് കൃത്യമായിട്ട് കരമടച്ച് പോകുന്നതാണ്. പക്ഷേ ആ രീതിയിൽ അത് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആനുകൂല്യം നിലയ്ക്കുന്ന ഒരു സംവിധാനം വന്നിട്ടുള്ളത്. അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID കാര്യക്ഷമമായിട്ട് നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ കർഷക ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം തടസ്സപ്പെടുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ കർഷക മോർച്ച നൽകിയിട്ടുള്ളത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി സഹായം 10 ലക്ഷത്തോളം കുടുംബങ്ങളിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അതായത് ഒരു റേഷൻ കാർഡിലെ ഒരു വ്യക്തിക്കാണ് ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. ഒന്നിലധികം പേര് മുൻപ് വാങ്ങി വരുന്നവരെ കണ്ടെത്തുകയും അവരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കുകയും ചെയ്യാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2018 വരെ കൃഷിഭൂമി ഉണ്ടായിരുന്ന കർഷകർക്കാണ് ഇപ്പോൾ ആനുകൂല്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഭൂമി വാങ്ങിയവർക്കുള്ള രജിസ്ട്രേഷനൊന്നും ആരംഭിച്ചിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് അർഹതയുള്ള കർഷകർ, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർക്കാണ് ഇപ്പോൾ വലിയ തിരിച്ചടി വരുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ബുദ്ധിമുട്ട് എത്രയും വേഗം പരിഹരിക്കണമെന്ന് ഇപ്പോൾ സർക്കാരിനോട് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മുതൽ നമ്മളുടെ അക്കൗണ്ടിൽ എത്താതാകും. തുടർന്ന് അങ്ങോട്ട് ആനുകൂല്യം നിലയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ എത്രയും വേഗം സർക്കാർ പരിഹരിച്ച് ക്രമീകരിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പുകൾ. അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിയുമ്പോൾ കരമടച്ച രസീത്, അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് കർഷകർ എത്തിച്ചേർന്ന് ഇത് വെരിഫൈ ചെയ്യണം. അതായത് സൈറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആപ്ലിക്കേഷൻ വീണ്ടും വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കാം. ആ സമയത്ത് എല്ലാ കർഷകരും ഇത് പൂർത്തിയാക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.